പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വ്യാഴാഴ്ച ദിനം വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെയും കൃപയുടെയും അഭിഷേകത്തിന്റെയും ദിനമായി തീരട്ടെ. പ്രത്യേകിച്ച് എന്റെ വ്യക്തി ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു തടക്കദോഷത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മളൊരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി, അതായത് 4 ജപമാല അറിയാലോ അല്ലെ, സമ്പൂർണ്ണ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു മേഖലയിൽ നിന്ന്, ആ ഒരു തഴക്കദോഷത്തിന്റെ മേഖലയിൽ നിന്ന് കർത്താവോ വിടുതൽ നൽകും. ഈ തഴക്കദോഷത്തിന്റെ മേഖലയാണ് നമ്മുടെ ജീവിതത്തില് ശരിക്കും ഒരു വിലങ്ങ് തടിയായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പരിശ്രമിച്ചാലും അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാകും. അത് സോഷ്യൽ മീഡിയ ആകാം, അശ്ലീലമാകാം, അല്ലെങ്കിൽ തെറ്റായ ഒരു സൗഹൃദങ്ങളാകാം, ഏതുമായിക്കോട്ടെ സഹോദരങ്ങളെ. ടു എർ ഈസ് ഹ്യൂമൻ. നമുക്കൊരു അബദ്ധം പറ്റുന്നതൊക്കെ സാധാരണമാണ്. ചിലപ്പോൾ അതിൽ കുറച്ച് കാലമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്താലും ദൈവകൃപ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പൈശാചിക ബന്ധനം അതിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തഴക്കദോഷത്തിന്റെ മേഖലയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ സെന്ററിലെ 12 മണിയുടെ കുർബാനയ്ക്ക് അച്ഛൻ പ്രത്യേകമായിട്ട് അങ്ങനെ ശരിക്കും മനസ്സിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ഇന്ന് മുതൽ നിങ്ങൾ ഒരു 33 ദിവസമാണ് പ്രാർത്ഥിച്ചു തുടങ്ങുക. ശക്തമായിട്ട് അച്ഛനുകൾക്ക് വേണ്ടി ഇന്ന് ബലി അർപ്പിച്ച് നമ്മുടെ സെന്ററിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകം 31:3. അവിടെ വചനം പറയാണ്, അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്, അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമെങ്കിൽ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്, അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. കർത്താവ് തുടർന്ന് വചനം പറയാണ്, എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്, അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ, എനിക്ക് വഴികാട്ടി ആയിരിക്കണം. ഇതെല്ലാം ആവും എപ്പോൾ നമ്മൾ കൃപയിലാകുമ്പോൾ. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ തഴക്കദോഷത്തിന്റെ മേഖല നമ്മൾ വിട്ടുപിരിയാതെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വൃഥാവിലാവും സഹോദരൻ. ഈ വചനമൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത വിധത്തില് ഒരു അടിമത്തം തിന്മയുമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ വചനെല്ലാം ന്യൂട്രലാവും. ഈശോയ്ക്ക് വാതിൽക്കൽ വന്ന് ഹൃദയമാകുന്ന കവാടത്തിൽ വന്ന് മുട്ടാനേ പറ്റും. ഇത് നമുക്ക് അന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തഴക്കദോഷമൊന്നും കാണുന്നില്ല. അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ ചിന്തിച്ചേക്കരുത്. സ്വസ്ഥമായിട്ടിരുന്ന ദൈവമേ, ഞാൻ മരിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ എത്തുമ്പോ യേശു എന്താ പറയുന്നത്? നമ്മൾ ഇന്നൊരു മേഖലയിൽ നിന്ന് പ്രശ്നമുണ്ടായിരുന്നു, ഇന്നൊരു മേഖലയിൽ ഒരു അലസതയുണ്ടായിരുന്നു, ഇന്നൊരു മേഖലയിൽ നല്ലൊരു കുമ്പസാരത്തിന് അനുതാപത്തോടെയുള്ളൊരു പാപസങ്കീർത്തനം നടത്താനായിട്ട് നമുക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഏതാണ് തഴക്കദോഷത്തിന്റെ മേഖല? ആ മേഖല നമ്മൾ ശരിക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയൊരു വിടുതലെ കർത്താവ് അതിലൂടെ നമ്മുടെ കുടുംബത്തിന് കർത്താവ് നൽകും കേട്ടോ. ആ സഖ്യവൂസ് എന്ന വ്യക്തി മാനസാന്തരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്നല്ല വചനം പറയുന്നത്. ഈശോ പ്രിയ സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.